ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വീണ്ടും ഒരു പെരുമഴക്കാലമാണ്. ആലപ്പുഴ റെഡ് അലേർട്ടൊക്കെയാണ്. നമ്മളിപ്പോൾ രാവിലെ ആദ്യം തന്നെ നോക്കുന്ന തോടാ. ഏകദേശം തോടും റോഡും ഒരുപോലെയൊക്കെ തന്നെ നിൽക്കുകയാണ്. ആറിലോട്ടുള്ള ഒഴുക്ക് കൂടുതലായിട്ടുണ്ട്. ഇവിടെ വലിയൊരു വെള്ളപ്പൊക്കമോ കാര്യങ്ങളോ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ല. എന്നാലും അത്യാവശ്യം നല്ല വെള്ളം തന്നെയുണ്ട്. ലിയാൻ എഴുന്നേറ്റിട്ടുണ്ട്. മഴയായതുകൊണ്ട് അവൻ നേരത്തെ എഴുന്നേറ്റു. ഇനിയിപ്പോൾ മഴയും കാര്യങ്ങളും കൂടിയത് കൊണ്ട് തന്നെ ഫ്ലഡ് റിലീഫ് ക്യാമ്പുകളും ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അണ്ടറിലൊരു ഫ്ലഡ് റിലീഫ് ക്യാമ്പ് ഉണ്ട്. ഇനി അങ്ങോട്ട് പോകണം. അപ്പം മഴ എല്ലാവരുടെയും വീട്ടിലും തന്നെ കയറിയിട്ടുണ്ട്. പാടവും കാര്യങ്ങളും എല്ലാം തന്നെ പൊട്ടിയിട്ടുണ്ട്. ബണ്ടൊക്കെ പൊട്ടി ഏകദേശം പലരുടെ വീട്ടിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് പേടിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് എലിപ്പനിയാണ്. ആലപ്പുഴയിൽ എലിപ്പനിയും ഡെങ്കിപ്പനിയും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നൊരു 2 അസുഖങ്ങളാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇവിടുത്തെ എല്ലാ ആളുകളെക്കുറിച്ചൊരു വിവരം ഉണ്ടാവണം. അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ടീം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ മരുന്നെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു. അതിനുശേഷം മരുന്ന് എത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചെറിയൊരു മെഡിക്കൽ ക്യാമ്പും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് അപ്പോൾ എലിപ്പനിയുടെ പ്രതിരോധ മരുന്നുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ശരീരം വേദന, തലവേദന, അതുപോലെ മൂത്രത്തിൻ്റെ അളവ് വ്യത്യാസവും കാര്യങ്ങളൊക്കെ വന്നാൽ എലിപ്പനി വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഡോക്സിയുടെ പ്രതിരോധ മരുന്നാണ് ഇപ്പോൾ തൽക്കാലം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഡെങ്കിപ്പനികളും കാര്യങ്ങളും കൂടുതലായതുകൊണ്ട് ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശരീരം വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ പോയി കാണിക്കുക തന്നെ ചെയ്യണം. ചിലപ്പോൾ വിട്ടുപോകുമ്പോൾ അതൊരു ഡെങ്കിപ്പനി കുറഞ്ഞ് പ്ലേറ്റ്ലെറ്റൊക്കെ കുറഞ്ഞു പോകുന്നൊരു സിറ്റുവേഷനായെന്ന് ഇരിക്കാം. പിന്നെ എല്ലാവരും തിളപ്പിച്ചെത്തിയ വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കണമെന്നൊക്കെ എല്ലാവരോടും പറഞ്ഞു. വയറിളക്ക രോഗങ്ങൾ സാധ്യത കൂടുതലാണെന്നുള്ളതും കോവിഡ് ആയതുകൊണ്ട് മാസ്ക് ധരിക്കണമെന്നുള്ളതൊക്കെ പറഞ്ഞ് ഞങ്ങൾ പതിയെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഇതിനൊരു ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.